2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 2 തെസ്സലോനി 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ. ശ്രദ്ധിച്ച് പഠിച്ചോണേ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരക്കണക്കിന് ജനം പലായനം ചെയ്തു. എന്തിനു വേണ്ടി? അപ്പം തിന്നാൻ, രോഗസൗഖ്യം, അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി. ഈ ന്യൂ ജനറേഷൻ്റെ കൂടെ ആൾ കൂടുന്ന എന്തിനാ? അപ്പം തിന്നാൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഈ ഗുണം പിടിക്കാത്ത പാസ്റ്റർമാർ പ്രാർത്ഥിക്കുമ്പോൾ ജോലി കിട്ടും, വിസ വരും, ലോട്ടറി അടിക്കും, കാറ് മേടിക്കും, വീട് മേടിക്കും. ലോകത്തില്ലാത്ത ഭൗതികങ്ങൾ മുഴുവൻ വാരിക്കോരി പിശാച് അവർക്ക് കൊടുക്കും. ഇവർ വിശ്വസിക്കുന്ന ദൈവം കൊടുത്തുന്ന പാവങ്ങൾ അവസാനം ചെന്ന് അബദ്ധത്തിൽ ചാടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങൾ ഗ്രഹിക്കണം. എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന തെസ്സലോനിക്ക സഭയിൽ സംഭവിച്ചത് വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. ആളാമ്പ്രതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായി. തെസ്സലോനിക്ക സഭയിലുള്ള എല്ലാവർക്കും വിശ്വാസം വർദ്ധിച്ചു. നിങ്ങൾ തുറന്ന് വായിക്കുക, കണ്ണ് തുറന്ന് വായിക്കുക. അന്യോന്യം സ്നേഹം പെരുകി. ഇന്ന് അന്യോന്യം പാരവയ്ക്കുന്ന സഭകളാണ് നമ്മുടെ ഈ ലോകത്ത് കൂടുതലുള്ളതും. സ്നേഹിക്കുന്നതിന് പകരം പകയ്ക്കുക. ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും മുഖ്യ കൽപ്പന ഏത്? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നുള്ളത്. എൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ സ്വത്രം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതാണ് പ്രമാണം, യഥാർത്ഥ പ്രമാണം. ന്യായപ്രമാണത്തിൽ അതില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൽ ആ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹിതൻ ആരെന്ന് ചോദിച്ചപ്പോഴാണ് ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞു കൊടുത്തത്. നല്ല ശമരിയക്കാരനാണ് സ്നേഹമുള്ളവൻ, മുറിവേറ്റ് കിടന്നവനെ സഹായിച്ചവൻ. ലേവ്യനും പുരോഹിതനും ശുശ്രൂഷ ചെയ്യാൻ ഓടുകയാണ്. അത് ന്യായപ്രമാണത്തെ കാണിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ വക്താക്കളാണ് ലേവ്യനും പുരോഹിതനും, ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും. സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അവരിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കപടശാസ്ത്രിക്കാരും വിശ്വാസികളായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്ന് കർത്താവ് വിളിച്ചത്. എവിടെ വിളിച്ചു? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അവരെ വിളിച്ചിരിക്കുന്ന വിളി കേട്ടാൽ അതിൽ തന്നെ അവരുടെ സ്വത്രം പ്രൊഫഷനുണ്ട്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാരെ. ഇന്നും നമ്മുടെ പെന്തക്കോസ്തുകളത്തിൽ കപടഭക്തിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. കപടം. പൈസയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി കപടഭക്തി കാണിക്കുക. ആയിക്കോ, നിന്റെ കപടഭക്തിയെ പൊളിച്ചെളിയുന്ന ഒരു സന്ദർഭം ഇതാ വരാൻ പോകുന്നു. നിന്റെ കപടഭക്തിക്ക് തക്ക പണിഷ്മെന്റ് കിട്ടുന്ന കാലം ഇതാ വരാൻ പോകുന്നു. ഹല്ലേലൂയ. സക്കായി കപടഭക്തിക്കാരനായിരുന്നു എങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ആഗ്രഹം? യേശുവിനെ എങ്ങനെയെങ്കിലും കാണണം. അതൊരു നല്ല അനുഭവം. കർത്താവിനെ ഒന്ന് അറിയണം, കർത്താവിൽ ഒന്ന് കേൾക്കണം. അതാ മനുഷ്യനെ കർത്താവ് രക്ഷിക്കാനുള്ള കാരണം. മനസ്സിലായോ? അതുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ സംഭവിച്ചില്ലേ? പ്രിയമുള്ളവരെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസം വർദ്ധിക്കുന്നു, സ്നേഹം പെരുകുന്നു. വിശ്വാസികളിൽ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യം വായിച്ചാൽ പെട്ടെന്ന് വായിച്ചാൽ ഉറച്ചു വായിച്ചാൽ.
ഫിലിപ്പിയർ 1:9-10 വരുന്ന വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്ന് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി. പൗലൂസിന്റെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാ കേട്ടോ. പോൾസ് പ്രയറിൽ ഒന്നാമത്തെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം, ഭേദാഭേദങ്ങളെ വിവേചിക്കണം, തെറ്റും ശരിയും മനസ്സിലാക്കണം, ഊതിയിടുമ്പോൾ ഉന്തിയിടുമ്പോൾ കുരപ്പിക്കുമ്പോൾ ചിരിപ്പിക്കുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനെതിരെ പ്രസംഗിക്കുമ്പോൾ അത് ദുരുപദേശമാണെന്നും അതിൻ്റെ പിന്നിൽ ദുരാത്മാവാണെന്നുമുള്ള അത് ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയാനുള്ള വിവേചനാത്മാവ് ഉണ്ടാകണം നമുക്ക്. മനസ്സിലായോ? അതില്ലെങ്കിൽ എന്തോ പറ്റും? കണ്ട ഏടാകൂടത്തിലൊക്കെ ചെന്ന് ചാടി അവസാനം നിന്നെ നരകത്തിൽ ചെന്ന് കണ്ടാൽ മതി. പിന്നെ മനസ്സിലാക്കുക, സ്നേഹം വർദ്ധിക്കണം, ഭേദാഭേദങ്ങളെക്കുറിച്ച് വിവേചിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയിൽ ഏറ്റവും പ്രധാനം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം. അതാ ഇന്ന് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാതെ സാത്താൻ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിനെതിരെ കോടതിയിലും കേസിനും വടക്കിനും പോകുമ്പോൾ എന്ത് സ്നേഹമെന്നാ പറയണേ? ഈ സ്നേഹം അവിടെ നിന്ന് വരുന്നു. നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയാണ് ദൈവസ്നേഹം നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ ജീവിച്ച് ആ ദൈവസ്നേഹത്തിന്റെ വ്യക്താക്കളായി തീരണം. രക്ഷാസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വിശുദ്ധി, വേർപാട് പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. ഇത് നമ്മളെല്ലാവരും പാലിച്ചിരിക്കണം. സ്വർഗത്ത് പോകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനാണത്. അത് പ്രാപിക്കാതെ സ്വർഗരാജ്യം പ്രാപിക്കാൻ കഴിയില്ല. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് പുതിയ നിയമസഭ. പാട്ടുകൊണ്ട് ആരാധനയെ ഒതുക്കരുത്. പാട്ട് ആരാധന അല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. എത്ര വ്യക്തമായി കർത്താവ് പറഞ്ഞു. ഇത് കാണാൻ നമ്മുടെ ഉപദേശിമാർക്കും വിശ്വാസികൾക്കും കണ്ണില്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ കുരുടന്മാരെ, അന്ധന്മാരെ ഓർത്ത് വിലപിക്കുകയാണ്. ആരാധന ആത്മാവിലും സത്യത്തിലുമാണെന്ന് ഇപ്പൊ പറയാ. പൗലോസ് ശീലാസും പാട്ട് പാടി സ്തുതിച്ചു ആരാധിച്ചെന്ന്. ഏത് പാട്ട് പാടിയതാണെന്നൊന്ന് പറയണം ഈ പറയുന്നവര്. പിതാക്കന്മാര് പഠിപ്പിച്ച ഉപദേശം അവർ ആത്മാവിൽ പാടി. അടി കൊണ്ട് പൊളഞ്ഞു കിടക്കുമ്പോഴാണ് മർക്കോസിന്റെ പാട്ട് അവർ പാടുന്നത്, ഗസ്റ്ററിന്റെ പാട്ട്. നല്ല കഥ. ഇതിലൊക്കെ ഏത് സ്വർഗത്തിലാണവ ജീവിക്കുന്നത്? മൂഢസ്വർഗത്തിൽ. വചനം പറയുമ്പോൾ അത് ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ നിലയിൽ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. സ്വർഗീയ കോടതിയുടെ മുൻപാകെ നിന്നെ ശിക്ഷ വിധിച്ച് നരകത്തിൽ കൊണ്ടേ തള്ളും. അതുകൊണ്ടാണ് ആ ദണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെപ്പടി വിദ്യകളൊന്നും ദൈവത്തിൻ്റെ അടുക്കാൻ നടക്കില്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നാലേ നമുക്ക് ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കിടക്കും, ഇവിടെ തൊഴിഞ്ഞു കിടക്കും. പാട്ടും പാടി പ്രാർത്ഥിച്ച് ഇഷ്ടം പോലെ കാശും മേടിച്ച് കോടികൾ വെച്ച് തിന്ന് സുഖിച്ച് അവസാനം എന്ത് ചെയ്യും? സാത്താനും എൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നരകത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ലെന്ന് ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. കെടാത്ത തീയും ചാകാത്ത പൊഴിയും ഉഷ്ണക്കാറ്റും തീയും ഗന്ധകവും കൂരിരുട്ടും ഉള്ള നരകം പെന്തക്കോസ്തുകാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടാ ഓക്കെ. ഹല്ലേലൂയ. എനിക്ക് പുറം ലോകത്തോട് പ്രസംഗിക്കാനുള്ള നിയോഗമില്ല. ഞാൻ കുറേ നാൾ പുറലോകം പ്രസംഗിച്ച പരസ്യത്തിൻ്റെ ഉസ്താദായിരുന്നു ഞാൻ. എനിക്ക് നമുക്ക് പോകാൻ വേണമെങ്കിൽ ഒന്ന് പ്രസംഗിച്ചാൽ എവിടെ പോയി നിന്നും പ്രസംഗിക്കാം, എവിടെ പോയില്ല. ഇപ്പൊ കൊയ്ത്തിന്റെ സമയമാ സഹോദര. കൊയ്ത്ത് കിടക്കാൻ പോവുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച്
ആത്മീയ വളർച്ച, ആത്മീയ വർധനവും ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാനായിട്ട് കർത്താവ് വരാൻ പോവുക. വിളഞ്ഞ വയൽ കൊയ്തെടുക്കാൻ കൃഷിക്കാരൻ വരുന്നത് പോലെ കർത്താവ് വരാൻ പോവുക കൊയ്ത്തിന് വേണ്ടി. ഇവിടെ ഇപ്പൊ ഇങ്ക എന്ന് പറഞ്ഞ് ശിശുവിനെ പോലെ സംസാരിച്ച്, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ ഒരു പോവോ? ആത്മീയ വളർച്ച പ്രാപിക്കണ്ടേ, ആത്മീയ വർധന പ്രാപിക്കണ്ടേ, ആത്മീയ നിറവ് പ്രാപിക്കണ്ടേ? ഇതാരോടായി പറയുന്നേ? പാസ്റ്റർമാർ പോലും ശൈശവസ്ഥയിൽ കിടന്ന് ഞെളിവിരി കൊള്ളുക. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുടുന്ന ശിശുക്കളായി പാസ്റ്റർമാർ തീർന്നിരിക്കുമ്പോൾ വിശ്വാസിയുടെ അവസ്ഥ എത്ര ദുരന്തമാണ്, എത്ര ശോചനീയമാണ്, എത്ര ദുഃഖകരമാണ്, എത്ര വിലാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇതാ പൗലോസ് പറയുന്നു, വിശ്വാസം വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാമണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികളെക്കുറിച്ച് അപ്പോസ്തലന്മാർ സ്തോത്രം ചെയ്യുക. ആരൊക്കെ സ്തോത്രം ചെയ്യുന്നു? പൗലോസും സില്വാനോസും തിമോഥെയോസും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുക. തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസവും ദൈവസ്നേഹവും എത്ര വലുതാണ് ദൈവമേ എന്നോർത്ത് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ സംഘടനാ സഭകളും ഇന്നത്തെ ഈ കാണുന്ന പ്രസ്ഥാനങ്ങളും ദൈവസഭ എന്ന് പറഞ്ഞ് വ്യാജമായി പറഞ്ഞു നടക്കുന്ന ഈ കൂട്ടങ്ങളെ ഓർത്ത് അവിടെ ശുശ്രൂഷന്മാർക്ക് സ്തോത്രം ചെയ്യാൻ വകയുണ്ടോ? വിശ്വാസികൾക്ക് ശുശ്രൂഷന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ വകയുണ്ടോ? ശുശ്രൂഷന്മാർക്ക് വിശ്വാസികളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ വകയുണ്ടോ? ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്നതിന് ഓർത്ത് എന്ത് സ്തോത്രം ചെയ്യാനാ? ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് പോയി ഈ പരിപാടി കാണാൻ പോയതാ. ഇന്റർനാഷണൽ പാഷ എന്ന് പറഞ്ഞ പേര് പറയുന്നില്ല. ഏറ്റവും വലിയ ഊത്തുവീരൻ വന്ന് പുള്ളിയുടെ കയ്യിലോട്ടൊന്ന് പിടിച്ചപ്പോഴത്തേക്ക് 16 കരണം പറഞ്ഞാ പുള്ളി പോയത്. അപ്പോസ്തലന്മാർ ആരെങ്കിലും അത് ചെയ്തോ? കർത്താവ് അത് ചെയ്തോ? നുരയും പതയും കിടന്ന് പിടയ്ക്കുന്ന ഒരു പൈതലിനെ കർത്താവിൻ്റെ ഒരിക്കൽ കൊണ്ടുവന്ന ചരിത്രം അറിയാം. അത് പിശാചാ കിടന്ന് പഠിപ്പിച്ചത്. ഇവർ കൈവയ്ക്കുമ്പോൾ പിടഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ താത്താൻ കയറിയിട്ട് പിടയുന്നതല്ല, വേറെന്താ? ദൈവത്തിൻ്റെ ആത്മാവൊന്നും അല്ല പ്രിയമുള്ളവരെ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്ക്. ഈ സ്ലേയിങ് സ്പിരിറ്റ് മിനിസ്ട്രി എന്നുള്ളത് ഒറിജിനൽ സാത്താൻ്റെ വകയാ. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുപോലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ കയറി തറച്ചിരിക്കുക. ഞാൻ എൻ്റെ ഗൾഫ് ജീവിതം കഴിഞ്ഞ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഊത്തുകാരൻ്റെ മുൻപാകെ പോയി നിന്നു. എൻ്റെ പ്രാർത്ഥന എവിടെയുണ്ട്? പുള്ളിക്കാരിയുണ്ട്, വൈഫുണ്ടെന്ന്. എൻ്റെ പ്രാർത്ഥന ഇവൻ ഊതുമ്പോൾ ഞാൻ മറിഞ്ഞു വീണാൽ ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ ചെന്ന് എല്ലാത്തവനെയും ഞാനും ഊതിയിടും, മുന്തിയിടും, മറിച്ചിടും. അതാ എൻ്റെ തീരുമാനം. മനസ്സിലായോ? ഞാൻ വീണുമില്ല, ഒന്നുമില്ല. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചക്ക വീഴുന്ന പോലെ ഓരോന്ന് വീഴുന്നുണ്ട്, തല പൊട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഊതിയിടുന്നുണ്ട്, ഉന്തിയിടുന്നുണ്ട്, കുരപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട്, ഛർദ്ദിപ്പിക്കുന്നുണ്ട്, സകല പരിപാടിയും നടക്കുന്നുണ്ട്. കർത്താവിൻ്റെ മഹാകരുണയാൽ മഹാകൃപയിൽ ശരണപ്പെട്ട് ഞാൻ പറയുന്നു, എൻ്റെ അടുക്ക വന്നിട്ട് ഒരു പരിപാടിയും നടന്നില്ല ഈ ഊത്തുവീരൻ്റെ. അന്ന് മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി, ഇത് ദുരുപദേശമാണ്, ഇത് സാത്താന്യമാണ്, ഇത് പൈശാചികമാണ്, ഇതിൻ്റെ മുമ്പിൽ ആരും ചെന്ന് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണുന്നത് നരകത്തിലായിരിക്കും. ഈ കേൾക്കുന്നവരെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചോ. 2025 ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിൽ വർദ്ധിക്കേണ്ടത് വിശ്വാസവും ദൈവസ്നേഹവുമാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ദൈവസ്നേഹവും വിശ്വാസവും വർദ്ധിച്ചപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഞങ്ങൾ യോഗ്യമാമണ്ണം ദൈവത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസവും ദൈവസ്നേഹത്തിൻ്റെ വർധനയും കണ്ടപ്പോൾ അവരെക്കുറിച്ച് പൗലോസും സില്ലനോസും തിമോഥെയോസും സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്നത്തെ ഏതെങ്കിലും ഒരു സഭയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വിശ്വാസികളെക്കുറിച്ച് ഇതുപോലൊരു സാക്ഷ്യം പറയാനുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറ. ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചു പറ, പാസ്റ്ററേ നിങ്ങൾ പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, വാ നമുക്ക് പോകാം, ഞാനും വരാം. ഇനി ഉണ്ടാകണം. എൻ്റെ ഈ സന്ദേശം, ഈ പ്രസംഗം കേട്ട് നിങ്ങൾ ജീവിച്ച് നിങ്ങളിലൂടെ അങ്ങനെ കൂട്ടങ്ങൾ ഉണ്ടാകണം, ഹൗസ് ചർച്ചുകൾ ഉണ്ടാകണം.
വീട്ടിലെ സഭകൾ ഉണ്ടാകണം. ഭാര്യയും ഭർത്താവും മക്കളും അയൽവാസികളായിട്ടുള്ള വിശ്വാസികളോ കൂട്ടുസൗഹൃദങ്ങളൊക്കെ വന്ന് 3, 4, 5, 10 ആണെങ്കിലും കുഴപ്പമില്ല, കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് വചനപ്പെടുത്ത് തമ്മിൽ പ്രബോധിപ്പിച്ച് കർത്താവ് ആക്കി വെച്ചവർ വേണം ചെയ്യാൻ കേട്ടോ. അല്ല വഴിയെ പോകണമെന്ന് എല്ലാം കയറി പ്രസംഗിക്കാൻ പോകരുത്. സഭ കർത്താവ് ആക്കി വെച്ചവരുണ്ട്, സംഘടന ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്. ഇന്ന് സ്വയമായവരും സംഘടന ആക്കി വെച്ചവരുമാണ് അരങ്ങ് തകർക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി നശിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പ്രസംഗിച്ച് നടത്താനാണ് പൗലോസ് പഠിപ്പിച്ചത്. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിർദിപ്പിച്ചും ദുരുപദേശം പറഞ്ഞ് നടത്താനല്ല അപ്പോസ്തലന്മാർ പറഞ്ഞത്. സത്യവചനം, പഥ്യവചനം, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്സ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഹല്ലേലൂയ. വചനത്തിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. രണ്ടാമതും തെസ്സലോനിക്കയിലെ വിശ്വാസികളെ പ്രശംസിക്കുക. എന്താ കാരണം? അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചു വരുന്നു. ആ വർദ്ധിച്ചു വരുന്നതിനെ ചൊല്ലി അപ്പോസ്തലന്മാർ അവരെ കുറിച്ച് പ്രശംസിക്കുന്നു. അങ്ങനെ വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചു വരുമ്പോൾ തന്നെ മറുവശത്ത് എന്തുണ്ടാകുന്നു? ഉപദ്രവവും കഷ്ടതയും. ആ ഉപദ്രവവും കഷ്ടതയിൽ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? അവരുടെ വിശ്വാസം നിമിത്തം ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. എന്താ ദൈവമക്കൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നു? ഇത് വായിച്ചിട്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അവരെക്കുറിച്ച് അപ്പോസ്തലന്മാർ പ്രശംസിച്ച് പറയുന്നു. അങ്ങനെ വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചു വരുമ്പോൾ തന്നെ മറുവശത്ത് എന്ത് വരുന്നു? പറ. സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും. മറുവശത്ത് ഉപദ്രവവും കഷ്ടതകളും വരുമ്പോൾ അവർ വിശ്വാസത്തിൽ എന്ത് ചെയ്യുന്നു? സഹിഷ്ണുതയോടെ വിശ്വാസത്തോടെ അവർ പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രസംഗം. വല്ലതും മനസ്സിലായോ? ഈ 3, 4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കിയ പെന്തക്കോസ്തുകാർ ഇന്ന് ലോകത്തിലുണ്ടോ? ഭൂമിയിലുണ്ടോ? പാസ്റ്റർമാരുണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്രം, ഉണ്ടെങ്കിൽ നന്ദി. അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഉണ്ടാകണം, അതിനുവേണ്ടി ഇത് പ്രസംഗിക്കുന്നേ. ഇനി 5-ാം വാക്യം വായിച്ചേ. 5-ാം വാക്യം. മതി. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും നിങ്ങൾ അനുഭവിക്കുന്ന ഉപദ്രവങ്ങളും അതിൻ്റെ നടുവിൽ സഹിഷ്ണുതയോടെ വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ നീതിയുള്ള വിധിക്ക് ഒരു സിമ്പൽ, ഒരടയാളം. എത്ര മനോഹരമായൊരു ദൈവവചന വെളിപ്പാടാണ് ഇന്ന് പിൽക്കാലം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കളെ, ഈ അർത്ഥമൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുക, നിങ്ങൾ ഇതൊന്നും പഠിക്കുക. വിശ്വാസത്തിലും സ്നേഹത്തിലും അന്യോന്യം പെരുകി വരുന്ന കൊരിന്ത് സഭ അതോർത്ത് അവരെ പ്രശംസിക്കുന്ന പൗലോസും സിലവാസും തിമോഥെയോസും ഇനി അടുത്ത് പറയുന്നു, അങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും പെരുകി വരുമ്പോൾ തന്നെ മറുവശത്ത് സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മറുപടിയായിട്ട് പൗലോസ് പറയുകയാണ്, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണുമെന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് ഒരടയാളം. എന്താണ് ഈ അടയാളം? ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹിഷ്ണുതയോടെ വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി എണ്ണുമെന്നിങ്ങനെ ഒരടയാളം. പെന്തക്കോസ്തുകാരെ, ഇതല്ലേ നമുക്ക് വേണ്ടത്?
എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് ഇതല്ലേ നമുക്ക് വേണ്ടത്? ഈ ദുരുപദേഷ്ടകന്മാരെയും കള്ളപ്രവാചകന്മാരുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുക്കുക. ഞാൻ ഈ അപ്പോസ്തലോസ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരുള്ള എൻ്റെ ഒരു സഹോദരനുണ്ട്, പ്രായമുള്ള അങ്കിളാ, ഈ പ്രായമുള്ള അങ്കിളാ. ഈ ഉപദേശം പറഞ്ഞാൽ പുള്ളിയുടെ തലയിലോട്ട് കയറത്തില്ല. പുള്ളി വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അച്ചായ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥന പോലും ദൈവം കേൾക്കില്ല. തീച്ചൂളയിലൂടെ പോകുന്നെന്നാ എപ്പോൾ വിളിച്ചാലും പറയും, എന്തുകൊണ്ട് വിശേഷം? ഞാൻ തീച്ചൂളയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഈ തീച്ചൂളയിൽ നിന്നൊരു അവസാനം ആയില്ലേ? ആവുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, റൂട്ട് മാറിക്കിടക്കുക, അതുകൊണ്ട് മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുക. പ്രായമൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കണം. ചുമ്മാ ഒന്നും പ്രാർത്ഥന കേൾക്കില്ല. നീ ചോദിക്കുന്നത് മുഴുവൻ തരാമെന്നൊന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ എന്തിനാണ്? അത് വായിച്ച് പഠിക്കണം. അതിൻ്റെ മുമ്പും ഭാഗങ്ങൾ വായിച്ച് പഠിക്കണം. നമ്മൾ ദൈവകൃപയിൽ നിലനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച് വചനമനുസരിച്ച് ജീവിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് പോലും അതിനനുസരിച്ചായിരിക്കും ദൈവത്തോട് ചോദിക്കുന്നത്. കണ്ട ചപ്പും ചോറും ചോദിക്കില്ല. മനസ്സിലായോ? ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എപ്പോഴും ആത്മീയമായി ഉണർത്തപ്പെട്ട് ജീവിക്കാനാ, കർത്താവിൻ്റെ ഉറവിൽ ഒരുങ്ങാനാ, ആത്മശക്തിയാ, ദൈവകൃപയാ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനാ, പ്രത്യാശ വർദ്ധിപ്പിച്ചു തരാനാ, യഥാർത്ഥ സന്തോഷം തരാനാ. മക്കദോന്യ സഭയ്ക്കുണ്ടായ സന്തോഷം എന്താ? കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും സന്തോഷ സമൃദ്ധി അവർക്കുണ്ടായി. കഷ്ടതയുടെ തീച്ചുളയിൽ സന്തോഷിക്കുവോ? സ്തോത്രം പറയുവോ? പ്രാർത്ഥിക്കുവോ? പിറുപിറുത്തോണ്ട് നടക്കും. കർത്താവ് എന്നെ കൈവിട്ടേ, എന്നെ കൈവിട്ടേ, അയ്യോ പോയേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2 തെസ്സലോനി 1-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഈ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഒരു വിശ്വാസിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ സമയം കളയുന്നില്ല. പ്രധാന വിഷയങ്ങൾ പിന്നെയും കിടപ്പുണ്ട്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടി ആശ്വാസം പകരുന്നത് ദൈവസനിൽ നീതിയല്ലോ. അപ്പം നമുക്ക് എന്താ നിരാശയ്ക്ക് കഴിയുണ്ടോ? കർത്താവ് വന്ന് തൻ്റെ ജനത്തിന് പ്രതിഫലം കൊടുക്കുകയും നന്മ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മെ പീഡിപ്പിച്ചവർക്ക്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് എന്ത് കിട്ടും? പ്രതികാരം കൊടുക്കും. യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിച്ച് നടക്കുന്നവരെ പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസനിൽ നീതിയല്ലോ. നീ നീതിയോടെ ദൈവത്തെ വിശ്വസ്തയോടെ നീ സേവിക്കേ. അങ്ങനെ സേവിച്ചു പോകുമ്പോൾ നിനക്കെതിരെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടണ്ട. സുവിശേഷം അനുസരിച്ച് നടക്കുന്ന നിനക്ക് നന്മയും, സുവിശേഷം അനുസരിച്ച് നടന്ന നിന്നെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷയും ദൈവം കൊടുക്കുമെന്ന് ഇവിടെ പറയുന്നത്. എന്തിനാ പേടിക്കണ്ടേ? പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ധൈര്യമായി നമുക്ക് ദൈവത്തെ, കർത്താവിനെ സേവിക്കാൻ കഴിയും. അതെവിടെ പറയുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, സുവിശേഷം അനുസരിക്കുന്നവന് പ്രതികാരമുണ്ട്. ഹല്ലേലൂയ. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരമുണ്ട്. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് 16 ഇങ്ങോട്ട് മത്തായി, മാർക്കോസ്, ലൂക്കോസ് 16-ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല നമുക്കറിയാം. സുവിശേഷം അനുസരിക്കാത്ത ധനവാന് എന്തു കൊടുത്തു? യാതനാ സ്ഥലത്തെ അവസ്ഥ.
സുവിശേഷം അനുസരിച്ച് ലാസറിന് എന്ത് കൊടുത്തു? അബ്രഹാമിന്റെ മടിയിൽ സന്തോഷിക്കുന്ന അവസ്ഥ. വചനമനുസരിച്ച് ജീവിച്ച ദരിദ്രനായ വ്രണം നിറഞ്ഞ ലാസറിന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുമ്പോൾ, സുവിശേഷം കേട്ടനുസരിക്കാത്ത ധനവാൻ തീപ്പൊയ്കയിൽ എന്ത് ചെയ്യുക? തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുക. ആ വേദന കൂടിയപ്പോൾ അവനൊരു ഉള്ളിലൊരു ചിന്ത വന്നു, എൻ്റെ സഹോദരന്മാരെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം. നടന്നോ? ലാസറിനെ അയച്ചോ? ഇല്ല. വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തോ? ഇല്ല. ധനവാൻ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു റിലീസും കിട്ടിയില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോൾ രക്ഷപ്പെടാം, ഇപ്പോൾ തീപ്പൊയ്കയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള മാർഗം ദൈവം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ പ്രസാദ വർഷവും പ്രതികാര വർഷവും ഉണ്ടെന്ന് സുവിശേഷത്തിലും സ്തോത്രം പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഇത് പ്രസാദ വർഷമാണ്. പ്രസാദ വർഷം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസാദ വർഷത്തിൽ കേൾക്കുന്ന സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ട നോഹയും കൂട്ടരെയും പോലെ യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെടണം നമ്മൾ. ഇല്ലെങ്കിൽ എന്തു പറ്റും? പ്രതികാര വർഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഭൂമിയിൽ നടക്കുമ്പോൾ ആ കെണിയിൽ നമ്മൾ വീഴും. കെണിയിൽ വീഴുന്ന മാത്രമോ എന്തൊക്കെ അനുഭവിക്കും? പറ. മൃഗങ്ങളാലുള്ള ഉപദ്രവം, യേശുക്രിസ്തുവിൻ്റെ പടയാളികളാലുള്ള ഉപദ്രവം, പ്രകൃതി ക്ഷോഭങ്ങളിലൂടെയുള്ള ഉപദ്രവം, കഷ്ടങ്ങൾ, നെടുവീർപ്പുകൾ. സാധാരണ ഞാൻ പണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു ഇല്ലെന്ന് അറിയത്തില്ല. നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുകയായി പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എനിക്ക് പറയാൻ ആശയം കിട്ടാത്തതുകൊണ്ടോ വചനം കിട്ടാഞ്ഞിട്ടല്ല. നിങ്ങളെ ഒന്നുകൂടി പിന്നെയും ഓർമ്മപ്പെടുത്തുക. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്താട്ടെ. അത് പിന്നെയും വായിച്ച് പറയാൻ എനിക്ക് നിങ്ങളോട് ഹേമമുണ്ട്. നമ്മൾ കേട്ടതൊക്കെ മറന്നു പോവും. പിന്നെയും നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ ദൂതനൂതി അപ്പോൾ വെട്ടുകിളി പുറപ്പെട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അവരെ കൊല്ലുവാനല്ല 5 മാസം, എൻ്റെ 5-ാം വാക്യം, അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുന്നത് പോലെയുള്ള വേദനയെ തന്നെ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. തേൾ കുത്തി വേദന കൊണ്ട് പുളയുമ്പോൾ മരണം അന്വേഷിക്കും. കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും. മരണം അന്വേഷിക്കും, മരിപ്പാൻ കൊതിക്കും. മരണം അന്വേഷിക്കും, മരിപ്പാൻ കൊതിക്കും. നടക്കില്ല. വേദന കൊണ്ട് പുളയേണ്ടി വരും. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ കിടക്കരുത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ പൈതലും യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിലായി പോകരുത്. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ ഗൗരവം അറിയത്തില്ല. നിങ്ങൾക്കതിൻ്റെ വചന വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല. അതെൻ്റെ ഉള്ളത്തിൽ അല്പമായി പ്രകാശിപ്പിച്ച് തന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മരണം കൊതിക്കുന്ന, മരണത്തെ അന്വേഷിക്കുന്ന ഇതാ ഒരു സുദിനം നമ്മുടെ മുൻപിൽ സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. അതിനു മുൻപ് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ച് ഒരു ദൈവവൈതലായി ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ജീവിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. റിക്വസ്റ്റ്. ഇല്ലെങ്കിൽ എന്തോ പറ്റും? വലിയ വിപത്തിൽ ചെല്ലുക. ഞാനൊന്ന് ചോദിക്കട്ടെ, മരിക്കാൻ കൊതിക്കുന്ന, മരണം അന്വേഷിക്കുന്ന ഒരവസ്ഥ എത്ര ഭീഭത്സമാണ്. നമ്മളതിനെ കുറച്ച് കാണുകയാണ്. ഈ വചനമൊക്കെ വായിച്ചിട്ട് മനോരമയിലെ വാർത്ത പോലെ നമ്മൾ ഇതിനെടുക്കുക. ഒരു മനുഷ്യൻ വേദന കൊണ്ട് പുളയും. എനിക്കറിയാം, ഈ ക്യാൻസർ വന്ന് മറ്റതുപോലെ വലിയ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ജീവൻ പോകുന്ന പോലെയുള്ള വേദന അനുഭവിക്കുന്ന വ്യക്തികൾ അവരുടെ സ്വന്തക്കാരോടും ബന്ധക്കാരോടും ഇങ്ങനെ പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി ഡോക്ടർമാരോടൊന്ന് അപേക്ഷിക്കുക, അവരെന്നെ ഒരു ഇഞ്ചക്ട് ചെയ്ത് എന്നെ അങ്ങ് കൊല്ലട്ടെ. അവർ ചിലരൊക്കെ അപേക്ഷിക്കും. അങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലാനിടയായിത്തീരും. വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്.
മനഃപൂർവ്വമല്ല, ആ വ്യക്തിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല. എനിക്കുമൊക്കെ എന്തെങ്കിലും ചെറിയ വേദന വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനയെ അവൻ ചുമന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ബലിമരണത്തിലൂടെ, ക്രൂശുമരണത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ രോഗത്തെയും വേദനയും ചുമന്നൊഴിച്ചു എന്നാണ് പ്രവാചകൻ പറയുന്നത്. അത് വിശ്വസിക്കുന്നവന് സൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, അല്ലാത്തവന് കിട്ടത്തില്ല. ആശുപത്രിയിൽ പോയി 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 ലക്ഷങ്ങൾ ചെലവഴിച്ച് അവസാനം നരകത്തിലും പോയി വീഴും. വിശ്വസിക്കുന്നവന് സൗഖ്യമുണ്ട്, വിശ്വസിക്കുന്നവന് വിടുതലുണ്ട്. ഈ കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും പ്രത്യാശയും എല്ലാം പ്രാപിക്കാം. അവസാനം നിത്യജീവനും കിട്ടും. നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അപ്പം മരണം അന്വേഷിക്കുന്ന, മരണം കൊതിക്കുന്ന സമയങ്ങൾ വരാൻ പോകുന്നു. അതുമാത്രമല്ല, മലകളെ, പാറകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ എന്ന് പറയുന്ന കാലം വരാൻ പോകുന്നു. അതിനതുകൂടി അങ്ങ് വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുരുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സകല സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ച് കൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം, ഞങ്ങളെ കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു.